എല്ലാ സിനിമ കാണൂ, ഞാനൊന്നും പറയുന്നില്ല. കാരണം ഇതിന് അപ്പോൾ എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമാണ്. ഏറ്റവും ഇഷ്ടപ്പെടുന്ന എൻ്റെ ചേട്ടന് എൻ്റെ മകൾ അഭിനയിക്കുന്നു, എൻ്റെ സുഹൃത്തിൻ്റെ മകൻ അഭിനയിക്കുന്നു, വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഭാര്യ അഭിനയിക്കുന്നു. ഗംഭീര സിനിമ പോരെ. തീർച്ചയായിട്ടും തിയേറ്റർ വാച്ചാണ്. വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛനുണ്ട്. ചേട്ടാ കുറച്ചും കൂടെ വലിയൊരു സ്ഥലം ഉണ്ടാവോ? ഒളിച്ചോടാനൊന്നും പ്ലാനില്ലല്ലോ. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത തുടക്കം ഇന്ന് റിലീസ് ആയിരിക്കുകയാണ്. വിസ്മയുടെയും ആശിഷിന്റെയും ഇന്നൊരു തുടക്കമാണോ എന്ന് നമുക്കറിയാം. അടിപൊളി പടമാണ്. ഫുള്ളും അതാ ഉറപ്പായിട്ട് സെക്കൻഡ് ഹാഫ് കലക്കി. അച്ഛനെ മോള് ഒരു ഫ്രെയിമിൽ വന്നപ്പം പടം വേറെ ലെവലായി. ആക്ഷൻ സൂപ്പർ ആക്ഷനാണ്. ക്ലൈമാക്സ് വന്നപ്പോൾ നമ്മൾ കണ്ണെടുക്കും. ഇല്ല, ഒട്ടും പ്രതീക്ഷിച്ചില്ല. സ്റ്റോറി അടിപൊളി, സ്ക്രിപ്റ്റും അടിപൊളി. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ പടത്തെ പറ്റി ഇങ്ങനെ ആയിരിക്കുമെന്ന്. ശരിക്കും വിസ്മയ മോഹൻലാലിന്റെ തുടക്കം തന്നെയാണ്. നല്ല സിനിമ. എനിക്ക് വീണ്ടും കാണണമെന്ന് തോന്നുന്നു. അതിൻ്റെ ആ ഒരു ഇത് മാറിയിട്ടില്ല. ലാലിയുടെ സൂപ്പർ. എല്ലാവരും പൊളിച്ചു. ഇത്രയും നല്ലൊരു സിനിമ കുറേ കാലത്തിന് ശേഷം കണ്ടിട്ടില്ല. ഗേൾസിന് കാണേണ്ട സിനിമ, ഇപ്പോഴത്തെ തലമുറ കണ്ടിരിക്കേണ്ട സിനിമയാണ്. ഗേൾസിന് പ്രചോദനമാണ്. വിസ്മയെ പോലെ ആകണം. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു. ഗംഭീര തുടക്കമാണ് സിനിമ. നമ്മൾ ഒരു ആ സോങ് കണ്ടപ്പോൾ വിചാരിച്ചു നമ്മളൊരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് ചെറിയ രീതിയിൽ ത്രില്ലിംഗ് എലിമെൻറ്റ്സ് ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു ഗ്ലിംസാണ് ട്രെയിലേഴ്സിലും സോങ്ങിലും ഉണ്ടായിരുന്നത്. പക്ഷേ സിനിമ തുടക്കം തൊട്ടേ ഒരു ത്രില്ലർ മൂഡാണ് കീപ്പ് ചെയ്യുന്നത്. സിനിമ നല്ല രീതിയിൽ എൻഗേജിങ് ആണ്. പെർഫോമൻസ് ഫസ്റ്റ് ടൈമറിനെ ആണെന്ന് തോന്നിക്കാറില്ല. എല്ലാ കാസ്റ്റും ഭയങ്കര ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. ഇല്ല, ഇൻ്റർവ്യൂവിലെ പോലെ നെർവസ്നെസ് ഒന്നും ഇല്ല. റിയൽ ലൈഫിലേക്ക് വന്നപ്പോഴത്തേക്കും കുറച്ചും കൂടെ മെച്ചോർഡ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആണ് ആൾ തന്നത്. മോഹൻലാലിൻ്റെ ക്യാമിയോ അടിപൊളിയാണ്. എക്സ്റ്റൻഡഡ് ക്യാമിയോ ആണെന്ന് തന്നെ പറയാം. സിനിമ മോഹൻലാലിൻ്റെ മോൾ എന്നൊരു ഐഡൻറ്റിറ്റിയിലാണ് സിനിമ പോകുന്നത്. അത് ഈ സിനിമേനെ നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിരിക്കും. ഈ സിനിമയ്ക്ക് നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യും. കാരണം ഇതൊരു നോർമൽ കാസ്റ്റിംഗ് ആണ്. മോഹൻലാലിൻ്റെ മോൾ അല്ല എന്നുള്ളെങ്കിൽ ആണെങ്കിൽ ഇതൊരു സാധാരണ സിനിമയാണ്. പക്ഷേ മോഹൻലാലിൻ്റെ മോൾ എന്ന ഐഡൻറ്റിറ്റിയിൽ ഈ സിനിമ ബിൽഡ് ചെയ്യുന്നത് കൊണ്ട് ഈ സിനിമ നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. വിസ്മയ തുടരും നല്ലൊരു ഫിലിമാണ്. ആശിഷിനാകിയ ഒരൊറ്റ ഡയലോഗുള്ളൂ. പക്ഷേ ആ ത്രൂ ഔട്ട് ദ ഫിലിം ആ ഒരു ഇമോഷൻ ഡെലിവർ ചെയ്യുന്നത് ഭയങ്കര രസമായിട്ടാണ്. ആദ്യം മുതലേ ഫസ്റ്റ് ഫിലിം ഓപ്പണിംഗ് തൊട്ട് എൻഡിങ് വരെ ആ ഒരു ക്യാരക്ടറിനെ നമുക്ക് ഫീൽ ചെയ്യും. ഇൻസൈഡ് ദ തിയേറ്റർ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. വളരെ ഗംഭീരമായിട്ട് ആ കുട്ടി പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാ സിനിമ കാണൂ, ഞാനൊന്നും പറയുന്നില്ല. കാരണം ഇതിന് അപ്പോൾ എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമാണ്. ഗംഭീര പടമാണ്. മസ്റ്റ് വാച്ചാണ്. തിയേറ്റർ വാച്ചാണ്. അത് കമ്പൽസറി. നമുക്ക് അങ്ങനെ തോന്നില്ല. നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. നമ്മുടെ എന്താ പറയുക, നമ്മൾ പ്രസ് കോൺഫറൻസിനൊക്കെ കണ്ടപ്പോൾ നമുക്ക് എന്താ എല്ലാവരും പറഞ്ഞ ഒരു ഭയങ്കര ഒരു സംഭ്രമം ഒക്കെ ഫീൽ ചെയ്തു. അതൊന്നും ഇല്ല, ഗംഭീരമായിട്ടുണ്ട്. അതെ. ഭയങ്കര കോൺഫിഡൻ്റ് ആണ് പടത്തിൽ. നമുക്ക് ആ ഒരു എന്താ പറയുക ഒന്നും തോന്നുന്നില്ല. സൂപ്പറായിട്ടുണ്ട്. ആശിഷും അതെ, മായയും അതെ, ഗംഭീരമായിട്ടുണ്ട്. ഇപ്പോൾ ജൂഡിന് കൺഗ്രാറ്റ്സ്. അതാണ് ആദ്യം ഞാൻ പറയുന്നത്. തകർത്തിട്ടുണ്ട്. തിയേറ്റർ വാച്ചാണ്. അത് പറയാതെ തീർച്ചയായിട്ടും അതെ. വളരെ നല്ല ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു മൂവി. ജൂഡ് പണി വെച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു നൈസ് മൂവി. വിസ്മയുടെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്. ലൈക്ക് ഫാദർ ലൈക്ക് ഡോട്ടർ. ഗംഭീരം. എന്തോ അതെ ഗംഭീര സിനിമ. തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. കാരണം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഇതിനകത്തുണ്ട്. സോ ഒരു തിയേറ്റർ വാച്ച് മൂവിയാണ്. സൂപ്പറായിരുന്നു. നല്ല സിനിമ. അല്ല, നല്ല സൂപ്പറായിരുന്നു. ആദ്യമേ നല്ല സിനിമയാണ്. കാരണം പെൺകുട്ടികൾ അല്ല, അങ്ങനെയൊന്നും തോന്നിയില്ല. നല്ല ഈസി ആയിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അടിപൊളിയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ഒരു പ്രശ്നവുമില്ല. നല്ല സിനിമ. പെൺകുട്ടികൾ കണ്ടിരിക്കേണ്ട സിനിമയാണ്. അടിപൊളി സിനിമയാണ്. വിസ്മയ മോഹൻലാൽ തകർത്ത്. വേറെ ഒന്നും പറയാനില്ല. ആദ്യയിലൂടെ പ്രണവ് വന്നെങ്കിൽ തുടക്കത്തിലുള്ള വിസ്മയ ഒരു രക്ഷയില്ല. മേക്കിംഗ് ആയാലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും അവൾ അഭിനയം ആയാലും എല്ലാം അടിപൊളിയായിരിക്കണം. ക്ലൈമാക്സ് ഒക്കെ ഒരു രക്ഷയില്ല. ഫസ്റ്റ് ഹാഫ് തൂക്കി സെക്കൻഡ് ഹാഫ് ടോട്ടലി പടം ഹെവി. 100% ഫാമിലി എല്ലാവരും വന്ന് കാണാൻ പറ്റിയ പടം. എന്തായാലും ഓണം വിസ്മയ തൂക്കി തുടരും തൂക്കി. പെൺകുട്ടികളെല്ലാം കാണേണ്ട പടം. നല്ല സൂപ്പർ ഫാമിലി ആയിട്ട് എല്ലാവരും കണ്ടിരിക്കേണ്ട പടം. ഒരു പെൺകുട്ടി സൂപ്പർ പടം.
നല്ല പടം. കളിയാക്കുന്നവർക്ക് കളിയാക്കാം, പക്ഷേ ലാലേട്ടൻ്റെ മകളെന്നുള്ള നിലയിലപ്പുറം അവൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു നായികയായിട്ട് വളരും എന്നുള്ളതിൻ്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരാൾ പെരുമ്പാവൂർ ചേട്ടൻ്റെ മകൻ, അവൻ വില്ലനായിട്ടാണ് എൻട്രി ആയിരിക്കുന്നത്. അവർ രണ്ടും കുട്ടിക്കാലം മുതൽ സുഹൃത്തുക്കളാണ്. പക്ഷേ ഓപ്പോസിറ്റ് വില്ലനെ ഇട്ടിട്ട് കാണിച്ച ആ സംവിധായകൻ്റെ ഒരു മിടുക്കൂടി എടുത്ത് പറയണം. പക്ഷേ ഗംഭീരമായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്, വിസ്മയം ചെയ്തിട്ടുണ്ട്. ഇന്ന് വിസ്മയുടെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ. ഈ 35 വയസ്സിൽ ആ കുട്ടി ഒരു 21-22 വയസ്സിലെ നായികമാർ ഇവിടെ ശരീരനങ്ങാതെ കാണിക്കുന്ന പോലെയല്ല. അവളുടെ ഫിസിക്ക് അത്രയും അടിപൊളിയായിട്ടുണ്ട്. കൺഗ്രാജുലേഷൻ വിസ്മയ. താങ്ക് യു. അടിപൊളി. ലാലേട്ടൻ്റെ ഇല്ലില്ല, നമ്മളൊരിക്കലും ഇപ്പം ഈ കുറേ ട്രോളുകൾ, അവളുടെ ട്രെയിലർ വന്നപ്പോൾ കുറേ ട്രോൾ വന്നല്ലോ. അപ്പം നമ്മളൊക്കെ വിചാരിച്ചു ആ കുട്ടിയെ കളിയാക്കി, ടെൻഷൻ കൊണ്ടാണ്. പക്ഷേ അത് സിനിമയിലില്ല. അത് ഗ്രാജുവലി ആ ഒരു ക്യാരക്ടറിൽ നിന്ന് അവൾ ഹൈപ്പിലേക്ക് വരുന്നുണ്ട്. ലാലേട്ടൻ്റെ മകളല്ലേ, ഒട്ടും കുറയില്ല. തുടക്കം അതിഗംഭീരമായിട്ടുണ്ട്. സ്റ്റാർട്ടിങ് ഇറ്റ്സ് അമേസിങ്. ഇന്ന് അവളുടെ പിറന്നാളാണ്. ഇപ്പം നമുക്കറിയാം ചെറിയ നായികമാർ വന്നിട്ട് ശരീരം അനങ്ങല്ല, ഒരു ഫൈറ്റ് സീനിൽ തന്നെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടാവും. അപ്പോൾ ഈ കുട്ടി വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അടിപൊളി അടിപൊളി. കുടുംബ പ്രേക്ഷകരെല്ലാവരും വന്ന് കാണണം. ലാലേട്ടൻ്റെ ഫാൻസ് ആയതുപോലെ തന്നെ വിസ്മയ്ക്ക് ഡെഫിനറ്റ്ലി ഈ ഇൻഡസ്ട്രിയിലൊരു ഫാൻ ബേസ് ഉണ്ടാവും, ഉറപ്പ്, ഷുവർ. നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. ഒരു രോമാഞ്ചമാണ് ആക്ച്വലി. ആക്ഷൻ സീക്വൻസ് ആരെങ്കിലും കൈകിട്ട് രണ്ടെണ്ണം കൊടുക്കാൻ തോന്നുന്നൊരു ഫീലുണ്ട്. മായ ആയാലും ആന്റണി സാറിൻ്റെ മകനായാലും എന്താ പറയുക, റിയലിസ്റ്റിക് ആക്ടിങ്. തുടക്കമല്ല, പുള്ളിക്കാർ മലയാളം ഇൻഡസ്ട്രിയിലല്ല, എൻ്റെ ഫിലിം ഇൻഡസ്ട്രിയിൽ ഓപ്പണിംഗ് ആണ്. സത്യം പറഞ്ഞാൽ ഓപ്പണിംഗ് ആണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യില്ല. ഇപ്പം തായ് പുള്ളിക്കാർ പഠിക്കാൻ പോയി, അപ്പോൾ നമ്മൾ കുറച്ച് പ്രഡിക്റ്റ് ചെയ്യും. പക്ഷേ പ്രഡിക്ഷനെക്കാളും അപ്പുറം എന്തൊക്കെയായിരുന്നു സ്ക്രീനിൽ. അടിപൊളി. എന്തൊക്കെയോ സംഭവിച്ചു. ആക്ഷൻസ് ഒക്കെ സീൻ ഒരു രക്ഷയില്ല. അതായത് എല്ലാ ആക്ഷൻ ആ ഒരു പോയിന്റ് എല്ലാം ഭയങ്കര ഡീപ്പായിട്ടാണ് കൊടുത്തേക്കുന്നത്. ജസ്റ്റ് നമ്മൾ കട്ടു അങ്ങനെ ട്രാൻസ്ലേഷൻ കട്ട് പോകുന്നതല്ല, ഭയങ്കര ഡീപ്പായിട്ട് പ്രേക്ഷകർക്ക് അത്രയും നമുക്ക് എന്ത് എണീച്ച് പറഞ്ഞാൽ കൊടുക്കാൻ തോന്നും. അത് പറഞ്ഞ സ്പോയിലർ ആവും. പക്ഷേ ഇത് നല്ലൊരു ഇൻസ്പിറേഷൻ ചെയ്യുന്നുണ്ട് ഒരുപാട് ഗേൾസിന്. ഇപ്പം എൻ്റെ അമ്മ തന്നെ പറയുന്നുണ്ട് ഒരു മാർഷൽ ആർട്സ് ഇനിയെങ്കിലും പഠിക്കണം, ലൈക്ക്. അപ്പോൾ അത്രയും നല്ലൊരു ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. ഗംഭീര സിനിമ. ഏറ്റവും ഇഷ്ടപ്പെടുന്ന എൻ്റെ ചേട്ടന് എൻ്റെ മകൾ അഭിനയിക്കുന്നു, എൻ്റെ സുഹൃത്തിൻ്റെ മകൻ അഭിനയിക്കുന്നു, വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഭാര്യ അഭിനയിക്കുന്നു. ഗംഭീര സിനിമ. പോരെ? ഡെഫിനറ്റ് കാണും. അത് തീർച്ചയായിട്ടും കാണണം. പെൺകുട്ടികൾ കാണണമെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മൾ സ്വയം പ്രതികരിക്കാൻ എന്ന് വെച്ചാൽ ഇത്തരം അപകടങ്ങളിൽ പെടുമ്പോൾ പ്രതികരിക്കാൻ പാടുപെടുന്ന ഒരുപാട് പേരുണ്ടല്ലോ. അവർക്കൊരു നല്ലൊരു സന്ദേശം ഇതിലുണ്ട്. നല്ല സിനിമ. ഷോ ഇറങ്ങണമല്ലോ ജോബ്. ഇത്ര താനും മോള് മാത്രമല്ലേ ഉള്ളൂ വീട്ടിൽ.